എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറേ നാളായിട്ട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓണം മേക്കപ്പ് ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം ഇപ്പോൾ നമ്മളൊരു സാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ കൂടിയാണ് കടന്നു പോകുന്നത്. എങ്കിലും നമ്മളത് തരണം ചെയ്യുന്നതിന് നമ്മളെല്ലാവരും വിശ്വസിക്കണം. അപ്പോൾ നമുക്ക് വലിയ രീതിയിലൊന്നും ഇപ്പോൾ ഓണം ആഘോഷിക്കാൻ പറ്റില്ല. പക്ഷെ ചെറിയ രീതിയിൽ എല്ലാവരും കൂടി ചേർന്ന് വീട്ടിൽ ഓണം ആഘോഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ഒരു ഓണം മേക്കപ്പ് ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തതെന്ന് അറിയണമെങ്കിൽ, അതിൽ എന്തൊക്കെ പ്രൊഡക്ട്സാണ് ഞാൻ യൂസ് ചെയ്തതെന്ന് അറിയണമെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടിയും പറയാണ്ട്, നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടും, വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതെ കാണാനും പറ്റും. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഫേസ് നല്ലപോലെ ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. പാരഷൂട്ടിൻ്റെ മോയ്സ്ചറൈസറാണ്. ഞാനത് കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. നല്ലൊരു മോയ്സ്ചറൈസറാണ്, നല്ല മണവും എല്ലാമാണ്. അപ്പോൾ അത് ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലും ഒക്കെ ഞാൻ പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഞാനിവിടെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ബയോ അക്വയുടെ പ്രൈമറാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ മലേഷ്യയിലുള്ളപ്പോൾ വാങ്ങിച്ചതാണ്, ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നല്ല അത്യാവശ്യം നല്ലൊരു ഇതുള്ള പ്രൈമറാണ്. അപ്പോൾ കൂടുതലായിട്ട് പോസ് ഉള്ള സ്ഥലങ്ങളിലാണ് പ്രൈമർ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമ്മൾ പ്രൈമർ മേക്കപ്പിന് മുന്നേ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും. അതിനുശേഷം ഞാൻ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. മേബിലിൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ്. എൻ്റെ ഷെയ്ഡ് 122 ആണ് കേട്ടോ. ഇത് നല്ലൊരു പെർഫെക്റ്റ് ഷെയ്ഡാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലും ചെവിയിലും ഒക്കെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. നമ്മുടെ സ്കിന്നിലേക്ക് നല്ല രീതിയിൽ തന്നെ അത് അബ്സോർബ് ആവും. അതുപോലെ തന്നെ കഴുത്തിലും ചെവിയിലും ഇട്ട് കൊടുക്കുന്നുണ്ട്, നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നെക്സ്റ്റ് ഞാൻ ലിപ് ബാമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുന്നേ ലിപ് ബാം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാൻ പറ്റും. ഇനി നെക്സ്റ്റ് കൺസീൽ ചെയ്യാണ്. ഞാൻ കൺസീൽ ചെയ്യുന്നത് അങ്ങനെ കൂടുതലായിട്ട് ഭാഗങ്ങളിലൊന്നും ചെയ്യുന്നില്ല. കണ്ണിൻ്റെ താഴെയും അതുപോലെ തന്നെ കണ്ണിൻ്റെ മേൽഭാഗത്തും മാത്രമേ ചെയ്യുന്നുള്ളൂ. അവിടെ മാത്രമേ കുറച്ച് ഡാർക്കായിട്ടുള്ളൂ. അത് അങ്ങനെ ഉറക്കം ശരിയല്ലാത്തതിൻ്റെയും അങ്ങനത്തെ ടെൻഷൻ കൊണ്ടുമൊക്കെ ഉണ്ടാവാം ചിലപ്പോൾ. അപ്പോൾ ചിലവർക്ക് മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ. എനിക്ക് ഇപ്പോൾ കുറച്ച് കുറഞ്ഞു. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്, ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഐ മേക്കപ്പിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ജാക്ലിൻ ഹില്ലിൻ്റെ ഐ ഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ നമ്മുടെ ക്രീസിൻ്റെ ആ ഭാഗത്തൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ക്രീസിൻ്റെ തൊട്ട് മേലെയായിട്ട് എന്നിട്ടൊന്നും ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ്. ഇനി ഇതിൽ തന്നെ ഈ ഒരു ഷെയ്ഡ് നമ്മുടെ ക്രീസിൻ്റെ സൈഡ് കോർണറിലേക്കായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് ഈ രണ്ട് ഷെയ്ഡും കൂടിയും വരുമ്പോൾ. ഇനി നെക്സ്റ്റ് മേബിലിൻ്റെ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് നമ്മുടെ ഒരു ചെറിയൊരു ഗ്ലിറ്ററിങ് ഉള്ള ഈ ഒരു ഷെയ്ഡ് നമ്മുടെ ലിഡിൽ ഐ ലിഡിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ കണ്ണിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് ഈ ഒരു 3 ഷെയ്ഡും കൂടിയും വരുമ്പോൾ. ഇപ്പോൾ ഇനി എല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് ഫുള്ളായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ മുകളിൽ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ക്രീസിൻ്റെ മേൽഭാഗത്ത് എടുത്തിട്ടുള്ള ആ ഷെയ്ഡ് തന്നെ നമ്മുടെ കണ്ണിൻ്റെ താഴെയായിട്ടും ഇതാ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു ഭംഗിയാണ്. അടിയിലും ആ ഒരു ഷെയ്ഡ് വരുമ്പോൾ കണ്ടില്ലേ, ആ ഒരു ഷെയ്ഡ് വന്നപ്പോൾ രണ്ട് കണ്ണിൻ്റെയും ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റി. ഇപ്പോൾ 2 കണ്ണിൽ ഞാനങ്ങനെ ചെയ്തു. ഇനി മേബിലിൻ്റെ ആ ഒരു വൈറ്റ് കളർ എടുത്തിട്ട് ഐൻ്റെ കോർണറിലൊന്ന് ഹൈലൈറ്റ് ചെയ്യാണ് കേട്ടോ. ഈ ഒരു രീതിയിലൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വലിയതായിട്ട് തോന്നും നമ്മുടെ ഐസ്. ഇനി നെക്സ്റ്റ് ഞാനിവിടെ ഐബ്രോസാണ് ഫിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഐബ്രോസ് ഒന്ന് ആദ്യം സെറ്റ് ചെയ്യാം, ഒന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ കിസ് ബ്യൂട്ടിയുടെ ഐലൈനർ ജെല്ലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഐബ്രോസ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളറാണ്. അപ്പോൾ അതിങ്ങനെ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ ഫില്ല് ചെയ്തെടുക്കാൻ പോവുകയാണ്. ആദ്യം നമ്മുടെ ഔട്ടർ ലൈൻ ഒന്ന് വരയ്ക്കുന്നുണ്ട്, എന്നിട്ടാണ് ഉള്ളിൽ ഫില്ല് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും ഐബ്രോസ് നല്ല വൃത്തിയിൽ തന്നെ.
അധികം ബ്ലാക്ക് ആക്കുന്നില്ല കേട്ടോ, അധികം ഇങ്ങോട്ട് എടുക്കുന്നില്ല, കുറച്ചൊന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്നേ ഉള്ളൂ. അതുപോലെ നമ്മുടെ ആ ഒരു ഭാഗത്ത് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഫില്ല് ചെയ്യാൻ, അപ്പോഴാണ് ആ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഐബ്രോസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കോണ്ടോർ ഹൈലൈറ്റിംഗ് പാലറ്റ് എന്ന് ആ ഒരു ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഇതാണ്ടോ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നല്ല വരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ നമുക്ക് നമ്മുടെ ഐബ്രോസ് കിട്ടും. നല്ല ഭംഗിയാണ്, ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് നമ്മുടെ ഐബ്രോസിന്. ഇനി ഇതൊന്ന് അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഫുള്ളായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അതിങ്ങനെ അബ്സോർബ് ആയിക്കോളും. അതിങ്ങനെ വരച്ചിട്ടുണ്ടെന്നൊന്നും തോന്നില്ല, കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. ഇനി നെക്സ്റ്റ് നമുക്ക് ഐലൈനറാണ് ചെയ്യാനുള്ളത്. ഞാനിവിടെ ഡയസ്ലറിൻ്റെ നമ്മുടെ പഴയ ഐലൈനർ ഉണ്ടല്ലോ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് നമ്മുടെ ഐൻ്റെ മുകളിൽ, കണ്ണിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അധികം കട്ടിയിൽ വരയ്ക്കുന്നില്ല, ചെറുതായിട്ട് ഒരു കട്ടിയിലേ വരയ്ക്കുന്നുള്ളൂ. വിങ്സ് വെക്കുന്നില്ല കേട്ടോ, ചെറിയൊരു വിങ്ങേ ഉള്ളൂ, അങ്ങനെ വലിയ വിങ്ങായിട്ട് വെക്കുന്നില്ല. ഞാൻ നോർമലി ചെയ്യണ പോലെ ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ മുകളിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ ഐ ഷാഡോ ഇട്ടതിൻ്റെ ആ ഒരു ഡിഫറൻസ് പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ മെബിലിൻ്റെ കാജൽ വെച്ചിട്ട് അടിയിൽ എഴുതി കൊടുക്കുകയാണ്. ആ ഒരു ഭാഗത്ത് മാത്രം കുറച്ച് കട്ടി കൂട്ടിയിട്ട് എഴുതുന്നുണ്ട്, ആ ഒരു കോർണറിൽ. അപ്പോൾ നല്ല വലുതായിട്ട് നമ്മുടെ ഐസ് തോന്നിക്കും ഈ ഒരു സൈഡിൽ ഇങ്ങനെ കട്ടി കൂട്ടി കഴിഞ്ഞാൽ. ഇനി ജസ്റ്റ് ഞാൻ ലാക്മേയുടെ കോമ്പാക്ട് പൗഡർ വെച്ചിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ വേർപ്പൊന്നും ഇങ്ങനെ ഓയിലി സ്കിൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് കുറച്ചെടുത്തിട്ട് ഇതാക്കണുള്ളൂ, കൂടുതൽ എടുക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ മേക്കപ്പ് ഏകദേശം കഴിയാറായി. ഇനി നമുക്ക് ലാസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇടാം. അത് ഞാനൊരു റെഡ് കളർ ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. ഇപ്പം നമ്മൾ ലിപ് ബാം ഇട്ടുകൊണ്ട് വളരെ ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ലിപ്സ്റ്റിക്ക് ഇടാൻ പറ്റി. ഇനി നമ്മൾ നെക്സ്റ്റ് ഞാൻ ഒരു പൊട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി സാരി ഉടുക്കണം, അതുപോലെ കമ്മൽ ഓർണമെൻറ്റ്സ് ഒക്കെ ഇടണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ബാംഗിൾസ് ഇട്ടു, മാല ഇട്ടു, അതുപോലെ കമ്മലിട്ടു. പിന്നെ നമ്മൾ മുല്ലപ്പൂ കിട്ടിയില്ല, അപ്പം മുല്ലപ്പൂവിന് പകരം ഇവിടെ വേറൊരു പൂവും അതുപോലെ തെച്ചിപ്പൂവും കൊണ്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഓണം മേക്കപ്പ് ലുക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടിയും പറയാനുണ്ട്, ഞാൻ ഈ ഒരു സെറ്റ് സാരി എടുത്തിട്ടുള്ളത് കുത്താമ്പുള്ളിയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ സെറ്റ് സാരി അല്ലെങ്കിൽ ഏത് ടൈപ്പ് സെറ്റ് സാരി ആണെങ്കിലും നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സെറ്റ് സാരി വേണമെന്നുണ്ടെങ്കിൽ, സെറ്റ് സാരിയോ സെറ്റ് മുണ്ടോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓണം വരെയായി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഫോൺ നമ്പർ കൊടുക്കാം. അപ്പോൾ ഒരു ഫോൺ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഏത് സാരിയാണോ വേണ്ടത് വെച്ചാൽ അവർ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരും. അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.